ഇനി വത്തിക്കാനിലേക്ക്. ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചതിൻ്റെ ദുഃഖാചരണത്തോട് റോമും വത്തിക്കാനും വിട പറയുന്നു. 9 ദിവസത്തെ ദുഃഖാചരണത്തിന് ശേഷം മെയ് ദിനത്തോടനുബന്ധിച്ചുള്ള മെഗാ മ്യൂസിക് കൺസേർട്ട് തുടങ്ങി. 10,000-കണക്കിന് ആളുകൾ സെൻറ്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയിലേക്ക് സമീപമുള്ള സ്റ്റേഡിയത്തിൽ നടക്കുന്ന കൺസേർട്ടിനെത്തിയെന്നാണ് വത്തിക്കാനിൽ നിന്ന് പി ജെയിംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പി ജെയിംസ് തത്സമയം ചേരുന്നു. പി ജെയിംസ്, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. വത്തിക്കാനിൽ വലിയ മ്യൂസിക് കൺസേർട്ട് നടക്കുകയാണല്ലേ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്ത് ദുഃഖാചരണം കഴിഞ്ഞതിന് ശേഷം ഇവിടെ മെയ് ദിനത്തിൽ മ്യൂസിക് കൺസേർട്ട് ആരംഭിക്കുകയാണ്. ഒരു പുതിയ മ്യൂസിക്കൽ ഫെസ്റ്റിവലിൻ്റെ മൂഡിലാണ് ജനങ്ങൾ. ഇവിടെ 10,000-കണക്കിന് ആൾക്കാർക്ക് ഒത്തുകൂടിയിട്ടുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ റോമ നഗരം വീണ്ടും ഉണർന്നിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലം ചെയ്തതിന് ശേഷം 9 ദിവസത്തെ ദുഃഖാചരണം കഴിഞ്ഞ് റോമ നഗരം ഉണർന്നിരിക്കുകയാണ്. ഇവിടെ സെന്റ് ജോൺസ് ബസിലിക്കയുടെ സമീപം ഇവിടുത്തെ ഏറ്റവും വലിയ മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഇവിടുത്തെ റോമിലെ കൺസേർട്ടാണിത്. ഇത് എല്ലാ വർഷവും മെയ് 1-ാം തീയതിയാണ്. ഇവിടുത്തെ തൊഴിലാളി ദിനത്തിൽ റോമ നഗരം 3 ലക്ഷം മുതൽ 5 ലക്ഷം പേരാണ് ഇവിടെ അണിനിരക്കുന്നത്. 1990-ലാണ് ഇത് ആരംഭിച്ചത്. 35 വർഷമായി മെയ് 1-ാം തീയതി ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ റോമ നഗരത്തിൽ ഒരുമിച്ച് കൂടി ഈ മ്യൂസിക് ഫെസ്റ്റിവൽ, ദ കൺസേർട്ട്. ഇറ്റലിയിലെ ഏറ്റവും വലിയ ആർട്ടിസ്റ്റുകൾ, സംഗീതജ്ഞർ, യൂറോപ്പിലെ പ്രധാനപ്പെട്ട സംഗീതജ്ഞരൊക്കെ ഇവിടെ അണിനിരക്കുന്നു. അതിൻ്റെ ഒരു ലൈവായിട്ട് ജനങ്ങൾ ഇപ്പോൾ ഒരു 3-4 കിലോമീറ്ററിനുള്ളിൽ നിറയെ ജനങ്ങളാണ്. അവർ മുഴുവൻ പാടിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരുടെ ഫെസ്റ്റിവലാണ് ഇത്. തൊഴിലാളി ദിനത്തിൽ തൊഴിലാളി യൂണിയനുകളാണ് ഇത് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ഫെസ്റ്റിവലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പ പോയതിന് ശേഷം ആദ്യമായിട്ടാണ് റോമ നഗരവും വത്തിക്കാനും ഉണരുന്നത്. ഇത് മെയ് ദിനത്തിൽ തൊഴിലാളികളുടെ ഒരു ആഘോഷമാണ്. ഇറ്റലിയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ് റോമും ഇറ്റലിയും. ഇറ്റാലിയൻ ഗവൺമെൻറ് വലതുപക്ഷമാണെങ്കിലും റോമ നഗരത്തിലെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള സംഘടനകളാണ്. അതുകൊണ്ട് ജെയിംസ് ആണ് തത്സമയം ചേർന്നത്. അവിടെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചു എന്നാണ് ജെയിംസ് റിപ്പോർട്ട് ചെയ്യുന്നത്.